ജമാൽ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഹണി ഭാസ്കരൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരവധി പെൺകുട്ടികൾക്ക് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ പലരും ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഷാഫി പറമ്പിൽ ആരാണ്? MP ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. മനു, തീർച്ചയായും നിരവധി പെൺകുട്ടികൾ ഈ ഹണി ഭാസ്കർ സാധാരണയായി സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ തുറന്നെഴുത്ത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, എഴുത്തുകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്. സമൂഹത്തിലെ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ തുറന്നു പറയുന്ന ഒരാളാണ് ഹണി ഭാസ്കർ. അതുകൊണ്ട് തന്നെ ഹണി ഭാസ്കറിനെ നിരവധി പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ ഈ സാഹചര്യത്തിൽ ഹണി ഭാസ്കറിനെ അറിയിച്ചിരുന്നു എന്ന് ഹണി ഭാസ്കർ തന്നെ നേരിട്ട് നമ്മളോട് പറയുന്നു. പക്ഷെ ആ പെൺകുട്ടികളൊക്കെ തന്നെയും കോൺഗ്രസ് നേതൃത്വത്തിൽ പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ഈ ദിവസം തന്നെ ഹൂക്കേഴ്സ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തരത്തിലാണ് ഈ പെൺകുട്ടികളൊക്കെ തന്നെയും ഉള്ളത്. പക്ഷെ ഇവർക്ക് വേണ്ടി ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഹണി ഭാസ്കർ സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെയും രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഹണി ഭാസ്കർ നടത്തിയത്. ഹണി ഭാസ്കറിനെ തന്നെ നേരിട്ട് ഒരു ദുരനുഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റും സന്ദേശം നടത്തി നേരത്തെ പറഞ്ഞാൽ ആ കഥകൾ തീരില്ല. കാരണം ഇതിങ്ങനെ അനന്തമായി നീണ്ടു നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നുവെന്ന് പറയുകയാണ് പൊതുസമൂഹത്തോട്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് റിനി ആൻഡ് ജോർജ് ആയിരുന്നു. പക്ഷെ റിനി പേര് പറഞ്ഞിരുന്നില്ല, അത് സത്യമാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇതാരാണെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ റിനി നൽകിയിരുന്നു. ഹണി ഭാസ്കരൻ പേര് സഹിതമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. രാജിവെച്ചാൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം കഴിയുന്നില്ലെന്നേ